രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. വേദപുസ്തകത്തിലെ കേന്ദ്ര ആശയം എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ വ്യത്യസ്തമായ ഉത്തരങ്ങൾ ലഭിക്കുന്നതാണ്. ഈ വ്യത്യസ്തമായ ഉത്തരങ്ങളെ ഏകോപിപ്പിക്കുകയും അതിൻ്റെ ഐക്യതയുമാണ് വേദപുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിലേറ്റവും പ്രധാനമായി കാണുന്ന ഒന്നാണ് ദൈവവും മനുഷ്യനും എന്നുള്ളത്. ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചം, ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ. ഈ മൂന്ന് യാഥാർത്ഥ്യങ്ങളുടെ പരസ്പര ബന്ധമാണ് വേദപുസ്തകത്തിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. അതിലെ സുപ്രധാന ഒരു നാഴികക്കല്ല് പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അത് ഇങ്ങനെയാണ്: ഞാൻ അവർക്ക് ദൈവമായിരിക്കും, ഞാൻ അവരെ എൻ്റെ ജനമാക്കിക്കൊള്ളും. ദൈവത്തിൻ്റെ ജനം, ജനത്തിൻ്റെ ദൈവം, ഈ ആശയമാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. ഇസ്രയേൽ മക്കളെന്ന് പറയുന്ന ഒരു ചെറിയ കൂട്ടത്തെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും വിമോചിപ്പിക്കുവാൻ മോശയെ വിളിക്കുമ്പോൾ ദൈവം മോശയോട് കൽപ്പിക്കുന്ന വചനങ്ങളാണ്. അതായത് ഒരു ജനതയുടെ ആരംഭം. ആ ജനതയുടെ ആരംഭത്തിന്റെ സാക്ഷാത്കാരം വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 3-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, ദൈവം അവരോടുകൂടെ വസിക്കും, അവർ ദൈവത്തിന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെയിരിക്കും. ഈ രണ്ട് സംഭവങ്ങൾ, തുടക്കവും അതിന്റെ സാക്ഷാത്കാരവും, അത് ചുറ്റിപ്പറ്റിയാണ് വേദപുസ്തകത്തിലെ മറ്റെല്ലാ സംഭവങ്ങളും വ്യക്തിത്വങ്ങളും വികസിക്കുന്നത്. അതുകൊണ്ട് വേദപുസ്തകത്തിലെ ഏറ്റവും കേന്ദ്ര ആശയമായിട്ട് ഇത് നമുക്കെടുക്കാം. എന്നാൽ ഇവിടെ നാം കാണുന്ന ഒരു പ്രത്യേകതയുണ്ട്. അത് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷെങ്കിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതായത് ഇവിടെ പ്രാധാന്യം സമൂഹത്തിനാണ്. ഇസ്രയേൽ മക്കൾ എന്ന് പറയുന്ന ഒരു ചെറിയ കൂട്ടത്തിൽ തുടങ്ങി വെളിപാട് പുസ്തകത്തിൽ നാം വരുമ്പോൾ അത് മനുഷ്യകുലത്തെ മുഴുക്കെ ഉൾക്കൊള്ളുന്ന ഒന്നായിട്ട് മാറുന്നു. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ആ വലിയ മാറ്റമാണ് വേദപുസ്തകത്തിന്റെ ഇതിവൃത്തം. അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് സമൂഹത്തിനാണ്, മനുഷ്യകുലത്തിനാണ്, മനുഷ്യനെന്ന് സൃഷ്ടിക്കാം, വ്യക്തികൾക്കല്ല എന്ന്. വ്യക്തികൾക്ക് പ്രാധാന്യമില്ല എന്നല്ല അതിന്റെ അർത്ഥം. വ്യക്തിത്വത്തിന്റെ രൂപീകരണവും വ്യക്തിത്വത്തിന്റെ വളർച്ചയും വ്യക്തിത്വത്തിന്റെ രൂപാന്തരവുമെല്ലാം അതിപ്രധാന ഘടകങ്ങളാണ്. പക്ഷേ വ്യക്തിത്വത്തിന്റെ പ്രാധാന്യം നിർണ്ണയിക്കപ്പെടുന്നത് സാമൂഹിക പശ്ചാത്തലത്തിലാണ് എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് വിപരീതമായി നാം സഞ്ചരിക്കുമ്പോൾ നമ്മൾ തന്നെ വേദവിപരീതമുള്ളവരായി തീരുന്നു എന്നാണ്. അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ വരുന്ന സമയം തൊക്കെയും, പ്രത്യേകിച്ച് നോമ്പിന്റെ കാലഘട്ടത്തിൽ ദൈവസന്നിധിയിൽ വരുമ്പോൾ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി സമൂഹത്തിന്റെ പ്രതിനിധിയായി ദൈവസന്നിധിയിൽ വരുവാൻ നമുക്ക് കഴിയണം എന്നാണ്. സമൂഹത്തിൽ നിന്നും അന്യമായ ഒരു വ്യക്തിയായി ദൈവസന്നിധിയിൽ ഒരിക്കലും വരുവാൻ പാടില്ല എന്നാണ് ഈ ആശയം
നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വരുമ്പോൾ അത് അപേക്ഷയ്ക്കായാലും അനുതാപത്തിനായാലും പ്രാർത്ഥനയ്ക്കായാലും മധ്യസ്ഥതയ്ക്കായാലും മനനത്തിനായാലും ധ്യാനത്തിനായാലും സമൂഹത്തെ കൂടെ നമ്മളുടെ കൂടെ ചേർക്കുവാൻ നമുക്ക് കഴിയണം. ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കട്ടെ. അത് യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ യെശയ്യാ പ്രവാചകന്റെ വിളിയോട് അനുബന്ധിച്ചുള്ള ഒന്നാണ്. സ്വർഗത്തിന്റെ വിശുദ്ധി കാണുമ്പോൾ യെശയ്യാ പ്രവാചകൻ പറയുന്ന ഒരു വാചകമുണ്ട്: ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. വ്യക്തിഗത പാപം മാത്രമല്ല പ്രവാചകൻ അവിടെ ഏറ്റുപറയുന്നത്. തന്റെ പാപം ഏറ്റുപറയുമ്പോൾ സമൂഹത്തിന്റെ പാപം കൂടി അവിടെ ഏറ്റുപറയുന്നു. സമൂഹത്തെ തന്നോട് ചേർത്ത് നിർത്തുന്നു. സമൂഹത്തിൽ നിന്നും അന്യമായി തന്നെ കാണുന്നില്ല എന്നുള്ളതാണ്. നമ്മളുടെ സമൂഹത്തിൽ അതിവേഗം നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു സവിശേഷതയാണിത്. സാമൂഹികമായ പശ്ചാത്തലത്തിൽ നിന്നും മാറി സമൂഹത്തിൽ നിന്നും അന്യമായി വ്യക്തിഗതമായി ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതിന് നിശ്ചയമായും ഒരു മാറ്റം ഉണ്ടാകണം. നാം എപ്പോൾ ദൈവസന്നിധിയിൽ വന്നാലും സമൂഹത്തിന്റെ പ്രതിനിധിയായി സമൂഹത്തെ കൂടി ഏറ്റിക്കൊണ്ട് ദൈവസന്നിധിയിൽ വരുവാൻ നമുക്ക് കഴിയണം. ഈ നോമ്പിന്റെ കാലയളവിൽ പ്രത്യേകമായി അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, മനുഷ്യ കുലത്തിന്റെ അംഗങ്ങളായി ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നുവല്ലോ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ഞങ്ങൾ പ്രവർത്തിക്കുമ്പോഴുമെല്ലാം ഞങ്ങളുടെ സമൂഹത്തിന്റെ ഭാഗമായി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വ്യക്തിത്വം ഞങ്ങളുടെ സമൂഹത്തിന്റെ പശ്ചാത്തലത്തിലാവുന്നുവെന്ന് തിരിച്ചറിയുവാനും സമൂഹത്തിൽ നിന്നും അന്യമായി നിന്നുകൊണ്ട് ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ ഞങ്ങൾക്കിടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യമായ ദർശനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കാൽവരി മലമേൽ നോക്കൂ